Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ചോക്ലേറ്റ് പാഡിന്റെയും പീനട്ട് ബട്ടർ കപ്സിന്റെയും റെസിപ്പിയുമായിട്ടാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പീനട്ട് ബട്ടർ കപ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി 40 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 20 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ചൂടുവെള്ളത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 4 ടീസ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സിലിക്കോണിൻ്റെ മോൾഡ് എടുത്ത് അതിലേക്ക് കപ്പ് ലൈനർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് 1 ടീസ്പൂൺ മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പീനട്ട് മിക്സും ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് പേട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതി പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്ക് അല്പം ഗീ തടവി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതിനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിസ്തനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള 2 തരം സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.